أفمن كان مؤمنا كمن كان فاسقا لا يستوون أما الذين آمنوا وعملوا الصالحات فلهم جنات المأوى نزلا بما كانوا يعملون وأما الذين فسقوا فمأواهم النار كلما أرادوا أن يخرجوا منها أعيدوا فيها وقيل لهم ذوقوا عذاب النار الذي كنتم به تكذبون. السلام عليكم ورحمة الله. الحمد لله وحده والصلاة والسلام على من لا نبي بعده حمدا كثيرا طيبا مباركا فيه. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, സൂറത്തു സജ്ദയുടെ 17 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ മുകളിൽ ഓതി കേൾപ്പിക്കപ്പെട്ട 18 മുതലുള്ള ആയത്തുകളാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത് സൂറത്തു സജ്ദയിലെ 17-ാമത്തെ വചനം, ഏകദേശം 12 മുതൽ 17 വരെയുള്ള വചനങ്ങളിൽ 2 വിഭാഗം മനുഷ്യരെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചിരുന്നത്. ഒന്ന്, പരലോകത്ത് കുറ്റബോധത്തോടെ തലകുനിച്ച് നിൽക്കുന്ന കുറ്റവാളികൾ. 2, രാത്രിയിൽ ഉറക്കം വെടിഞ്ഞ് അള്ളാഹുവിനെ വണങ്ങുന്ന സത്യവിശ്വാസികളായ ആളുകൾ. ഇതിന് തൊട്ടു പിന്നാലെ വരുന്ന 18-ാമത്തെ വചനം ഈ 2 വിഭാഗങ്ങളെയും താരതമ്യം ചെയ്തുകൊണ്ട് മനുഷ്യബുദ്ധിയോട് അള്ളാഹു ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഏതാണ് ആ ചോദ്യം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അഫമൻ കാന മുഅ്മിനൻ കമൻ കാന ഫാസിക്കൻ ലാ യസ്തവൂൻ. എന്താണ് അതിൻ്റെ അർത്ഥം? അപ്പോൾ സത്യവിശ്വാസിയായിരിക്കുന്നവൻ തോന്നിവാസിയായിരിക്കുന്നവനെ പോലെയാണോ? അല്ല, അവർ സമമാവുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അഫമൻ കാന, അപ്പോൾ ആയിട്ടുള്ളവനാണോ, മുഅ്മിനൻ സത്യവിശ്വാസി, കമൻ ഒരുവനെ പോലെ, കാന ഫാസിക്കൻ തോന്നിവാസി ധിക്കാരി അല്ലെങ്കിൽ തെമ്മാടിയായിട്ടുള്ള ഒരുവനെ പോലെയാണോ? ലാ യസ്തവൂൻ, അവർ സമമാവുകയില്ല എന്നാണ് അല്ലാഹു ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. യുക്തിപരമായ ചോദ്യമാണ്. അപ്പോൾ വിശ്വാസിയായവൻ ദുർമാർഗിയായവനെ പോലെയാണോ? അവർ ഒരിക്കലും സമമാവുകയില്ല. അല്ലാഹുവിടെ ചോദിക്കുന്നത് വളരെ ലളിതവും എന്നാൽ ചിന്തിപ്പിക്കുന്നതുമായ ഒരു ചോദ്യമാണ്. ഒരാൾ അള്ളാഹുവിനെ ഭയന്ന് നന്മകൾ ചെയ്ത് ജീവിക്കുന്നു, മറ്റൊരു വ്യക്തി അള്ളാഹുവിനെ ധിക്കരിച്ച് തോന്നിയവാസങ്ങൾ ചെയ്ത് ജീവിക്കുന്നു. നീതിയുടെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ ഇവർ 2 പേരും ഒരുപോലെ പരിഗണിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഒരിക്കലും അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അവർ ഒരിക്കലും തുല്യമാവുകയില്ല. ലാ യസ്തവൂൻ എന്ന് അള്ളാഹു തീർത്തു പറയുകയാണ്. സഹോദരങ്ങളെ, ആരാണ് ഈ ഫാസിക്ക് എന്ന് അള്ളാഹു ഇവിടെ പറഞ്ഞത്? ദുർമാർഗി. ഈ വചനത്തിൽ വിശ്വാസിക്ക് മുഅ്മിനെന്നും അതുപോലെ തന്നെ അല്ലാത്തവന് ദുർമാർഗി എന്നുമാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഫാസിക്ക് എന്ന പദം അതിന് നേരെ വിപരീതമായ മുഅ്മിനിൻ്റെ വിപരീതമായൊരു പദമാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ലംഘിച്ച് പുറത്തുപോയവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. സത്യവിശ്വാസി അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നവനാണ്. ഫാസിക്ക് തൻ്റെ ജീവിതത്തിൽ ഇച്ഛാനുസരണം ജീവിച്ച് ജീവിത രീതിയിലുള്ള വ്യത്യാസം തന്നെ അവരുടെ പ്രതിഫലത്തിലും അള്ളാഹു പ്രകടമാക്കുമെന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇത് അള്ളാഹുവിൻ്റെ ഒരു നീതിയുടെ തത്വവും കൂടിയാണ്. അള്ളാഹു ഈ ലോകത്ത് പലപ്പോഴും നന്മ ചെയ്യുന്നവർക്കും തിന്മ ചെയ്യുന്നവർക്കും ഒരുപോലെ ഭൗതിക സാഹചര്യങ്ങൾ അള്ളാഹു നൽകിയേക്കാം. എന്നാൽ അള്ളാഹുവിൻ്റെ നീതി നടപ്പാക്കുന്നത് പരലോകത്ത് വെച്ചാണ്. നല്ലവനും ചെയ്തവനും ഒരുപോലെ പരിഗണിക്കപ്പെട്ടാൽ പരലോകത്ത് അതൊരു നീതിയാവുകയില്ല. ഇവിടെ തെറ്റ് ചെയ്ത് ജീവിക്കുക, അവനും പരലോകത്ത് ഇവിടെ നല്ലതുപോലെ ജീവിക്കുന്നവനെയും ഒരുപോലെ പരിഗണിച്ചാൽ അത് നീതിയല്ലല്ലോ. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസിക്ക് അള്ളാഹു നൽകുന്ന കണ്ണിന് കുളിർമ നൽകുന്ന പ്രതിഫലവും ഫാസിക്കായ ഒരു മനുഷ്യന് അത് ലഭിക്കുകയില്ല എന്നും ഉറപ്പിച്ചു പറയുക കൂടിയാണ് ഈ ആയത്തിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ട്
നന്മയും തിന്മയും തമ്മിലുള്ള അന്തരം തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നതല്ലേ എന്ന് പറഞ്ഞ് അതിൻ്റെ പിന്നാലെ പോകുന്നവരാകരുത്. വിശ്വാസികൾ തെറ്റിലേക്ക് പോകരുത്. നമ്മൾ തിരഞ്ഞെടുത്ത വഴി, വിശ്വാസത്തിൻ്റെ വഴി, അത് ഏറ്റവും ശ്രേഷ്ഠമാണെന്നും ഈ ആയത്ത് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ജീവിതത്തിൻ്റെ ലക്ഷ്യം ഒരു വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും ജീവിത ലക്ഷ്യങ്ങൾ വ്യത്യസ്തമാണ്. രണ്ടും രണ്ട് റൂട്ടാണ്. അതുകൊണ്ട് തന്നെ അവരുടെ അന്ത്യവും വ്യത്യസ്തം തന്നെയായിരിക്കും. നല്ല സത്യവിശ്വാസികളുടെ അന്ത്യം അത് ഏറ്റവും നല്ല രൂപത്തിലായിരിക്കും. അവിശ്വാസിയുടെ പര്യവസാനം അത് മോശമായിരിക്കും. ഇത് വിശ്വാസികൾക്കേറെ ആത്മവിശ്വാസം നൽകുന്ന ഒരു വചനം കൂടിയാണ്. ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ത്യാഗവുമൊക്കെ സഹിച്ച് ദീനിൽ ഉറച്ചു നിൽക്കുന്ന വിശ്വാസിക്ക് ഈ വചനം വലിയ ഒരു ആശ്വാസം കൂടി നൽകുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തൻ്റെ ത്യാഗങ്ങളൊന്നും വെറുതെയാകുന്നില്ല എന്നും അത് പരലോകത്ത് അർഹമായ പ്രതിഫലം അതിന് ലഭിക്കുമെന്നുമുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട വലിയൊരു ആശ്വാസമാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്നത് എന്ന് കാണാൻ സാധിക്കും. അതിനുശേഷം ഈ 19-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്, അമ്മല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഫലഹും ജന്നാത്തുൽ മഅ്വ നുസുലം ബിമാ കാനു യഅമലൂൻ. എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളവരാകട്ടെ, അവർ പ്രവർത്തിച്ചു വരുന്നതിൻ്റെ ഫലമായി സൽക്കർമ്മമെന്ന നിലയിൽ അവർക്ക് അല്ലാഹു സ്വർഗീയ ആരാമങ്ങൾ, അതിദേയവാസത്തിൻ്റെ സ്വർഗങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് അല്ലാഹു 19-ാമത്തെ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. എന്താണ് അതിൻ്റെ പ്രധാനപദം അർത്ഥം? അമ്മല്ലദീന എന്നാൽ ഏതൊരു കൂട്ടർ, ആമനു അവർ വിശ്വസിച്ചു, വ അമിലു അവർ പ്രവർത്തിക്കുകയും ചെയ്തു, അസ്വാലിഹാത്തി സൽക്കർമ്മങ്ങൾ, ഫലഹും എന്നാൽ അവർക്കുണ്ട്, ജന്നാത്തുൽ മഅ്വ വാസസ്ഥലത്തിൻ്റെ സ്വർഗങ്ങൾ, നുസുലൻ സൽക്കാരമായിട്ട് വിരുന്നായിട്ട്, ബിമാ ഖാനു അവർ ആയിരുന്നത് നിമിത്തം, യഅമലൂൻ അവർ മുന്നേ പ്രവർത്തിച്ചത് നിമിത്തം അവർക്കതിനുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു തആല പരലോകത്ത് വെച്ച് അള്ളാഹു നൽകുമെന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നത്. മുമ്പത്തെ വചനത്തിൽ 18-ാമത്തെ ആയത്തിൽ വിശ്വാസിയും ദുർമാർഗിയും സമമാവുകയില്ല എന്ന് അള്ളാഹു പ്രഖ്യാപിച്ചു. അതിനുള്ള കാരണവും അവർക്ക് ലഭിക്കാൻ പോകുന്ന വ്യത്യസ്ത പ്രതിഫലങ്ങളും വിവരിക്കുന്നതിൻ്റെ ഭാഗമായി ആദ്യത്തെ വിഭാഗമായ സത്യവിശ്വാസികളെക്കുറിച്ചാണ് 19-ാമത്തെ വചനത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആയത്തിൽ വിശ്വാസവും കർമ്മവും ഈമാനും അതിൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോയ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ, ഖുർആനിലുടനീളം നാം കാണുന്ന ഒരു പ്രത്യേകതയാണ് അള്ളാഹു സ്വർഗം വാഗ്ദാനം ചെയ്യുന്നത് വെറും വിശ്വാസികൾക്കല്ല, മറിച്ച് ആ വിശ്വാസത്തെ കർമ്മങ്ങളിലൂടെ തെളിയിച്ചവർക്കാണ് അള്ളാഹു. അതാണ് പറഞ്ഞത് അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി. അങ്ങനെയാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. വിശ്വാസവും സൽക്കർമ്മങ്ങളും അത് ഒരുമിച്ച് തെളിയിച്ചവർ, അത് തെളിച്ചു കൊണ്ടുപോയവർ, ആ പതാകയും എന്തിപ്പോയവർ, ഹൃദയത്തിലുള്ള വിശ്വാസം പുറത്തേക്ക് പ്രകടമാകുന്ന നന്മകളിലൂടെ ഏതേത് നന്മകളും നിസാരവൽക്കരിക്കാതെ ചെയ്ത് മുന്നോട്ട് പോകുന്നവർ, ജന്നത്തുൽ മഅ്വ അഭയസ്ഥാനമായ സ്വർഗത്തോപ്പുകൾ, അവർക്ക് താമസിക്കാനുള്ള സ്വർഗീയ ആരാമങ്ങൾ, മഅ്വ എന്നാണ് സ്വർഗത്തോപ്പ് എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല ഓർമ്മപ്പെടുത്തിയത്. എന്നാൽ അഭയം പ്രാപിക്കുന്ന ഇടമാണത് എന്ന് അല്ലാഹു മനസ്സിലാക്കി നൽകുകയാണ്. സുരക്ഷിതമായൊരു സങ്കേതം എന്നൊക്കെയാണ് ആ മഅ്വ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ദുനിയാവിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പൂർണ്ണമായും മോചിതരായി വിശ്വാസികൾക്ക് ആത്യന്തികമായി ചെന്നുചേരാൻ കഴിയുന്ന ഏറ്റവും സുരക്ഷിതമായ ഇടമാണ് ജന്നത്തുൽ മഅ്വ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ആ ആയത്തിൽ നിന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുക. ജന്നാത്തുൽ മഅ്വ എന്നാണ് ആ ആയത്തിലൂടെ പഠിപ്പിച്ചത്. അത്തരം ഒരു ഇടം അതാണ്. അതുപോലെ തന്നെ നുസുലൻ എന്ന് പറഞ്ഞാൽ എന്ന വാക്കിന് വലിയ ഒരു പ്രസക്തിയുണ്ട്. ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ നമ്മളെ സ്വീകരിക്കും, വിരുന്ന് നൽകും. അതുപോലെ തന്നെ അള്ളാഹു നൽകുന്ന വിരുന്നാണ്, ഒരു വീട്ടുകാരന് നൽകുന്ന ആ സൽക്കാരം പോലെ അള്ളാഹു സുബ്ഹാനഹു തആല സ്വർഗത്തിലേക്ക് വരുന്ന റബ്ബിൻ്റെ ഇഷ്ടദാസന്മാർക്ക് അള്ളാഹു നൽകുന്ന മഹാ അനുഗ്രഹങ്ങൾ, അതാണ് ആ വിരുന്ന് എന്ന് പറയുന്നത്. അള്ളാഹു നേരിട്ട് നൽകുന്ന ഒരു ആതിഥ്യ മര്യാദയായിട്ടാണ് ഖുർആൻ അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. യജമാനനായ തൻ്റെ പ്രിയപ്പെട്ട ദാസന്മാർക്ക് യജമാനൻ നൽകുന്ന സ്പെഷ്യൽ ട്രീറ്റാണ് യഥാർത്ഥത്തിൽ ആ ആയത്തിലൂടെ പറഞ്ഞ സമ്മാനം.
അതൊക്കെ അള്ളാഹു ആ വിശ്വാസിയുടെ അധ്വാനത്തിൻ്റെ ഫലമായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് നൽകുന്നതാണ്. നാം നേരത്തെ 17-ാമത്തെ ആയത്തിൽ കണ്ടതുപോലെ, വചനത്തിൽ പറഞ്ഞതുപോലെ, അവർ ദുനിയാവിൽ വെച്ച് അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് ചെയ്ത നന്മകൾക്ക് പകരമായിട്ട് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് അള്ളാഹു സ്വർഗത്തിൽ കിടക്കുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾ അത് വിലമതിക്കുകയും വിശ്വാസികൾക്ക് വലിയ പ്രചോദനമായി അള്ളാഹു നൽകുന്ന സമ്മാനങ്ങളാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾക്ക് കൃത്യമായ പ്ലാനിംഗ് ഉണ്ടാകണം. സ്വർഗം ആഗ്രഹിക്കുന്നവർ കേവലം പ്രാർത്ഥനയിൽ മാത്രം ഒതുങ്ങാതെ അത് കർമ്മങ്ങളിലേക്ക് മാറ്റി മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. നമ്മുടെ കർമ്മങ്ങൾക്ക് മഹാവിരുന്നിനുള്ള ഒരു ടിക്കറ്റാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹുവിൻ്റെ ആതിഥേയത്വം ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര ഹോട്ടൽ ലഭിക്കുന്ന സൽക്കാരത്തേക്കാൾ എത്രയോ മടങ്ങ് വലുതാണ് അള്ളാഹുവിൻ്റെ നസ്ല് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ ആ ചിന്ത നമ്മുടെ ദുനിയാവിലെ ഓരോ കർമ്മങ്ങളിലും ഉണ്ടാകണം. സ്വർഗത്തിലെ അഭയസ്ഥാനം എന്ന് പറയുമ്പോൾ അവിടെ ആരെയും പേടിക്കാനില്ലാത്ത ഏറ്റവും നല്ല അഭയസ്ഥാനമാണ് അള്ളാഹു നൽകുന്നത് എന്ന് തിരിച്ചറിയണം. അങ്ങനെ അള്ളാഹുവിൻ്റെ സ്പെഷ്യൽ വെൽക്കം ഈ വചനത്തിലൂടെ അള്ളാഹു വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനെ സ്വപ്നം കണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്കോരോരുത്തർക്കും ഈ ആയത്തിലൂടെ അള്ളാഹു പ്രചോദനം നൽകുകയാണ് 19-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല ചെയ്യുന്നത്. അടുത്തത് 20-ാമത്തെ വചനമാണ്. വചനം പ്രകാരമാണ്: വഅമ്മല്ലദീന ഫസഖു ഫമഹ്വാഹുമുന്നാർ കുല്ലമാ അറാദു അൻ യഖ്റുജു മിൻഹാ ഉഈദു ഫീഹാ വഖീല ലഹും ദൂഖൂ അദാബന്നാരി അല്ലദീ കുന്തും ബിഹി തുകദ്ദിബൂൻ. അതിൻ്റെ അർത്ഥം, എന്നാൽ തോന്നിവാസം പ്രവർത്തിച്ചവരാകട്ടെ അവരുടെ ആതിഥേയ വാസസ്ഥലം നരകമാകുന്നു. അവർ അതിൽ പുറത്തു പോകുവാൻ ഉദ്ദേശിക്കുമ്പോഴെല്ലാം അതിലേക്ക് തന്നെ വീണ്ടും മടക്കപ്പെടുന്നതാണ്. അവരോട് പറയപ്പെടുകയും ചെയ്യും, നിങ്ങൾ വ്യാജമാക്കിയിരുന്നതായ നരകശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുവിൻ എന്ന്. അമ്മല്ലദീന, എന്നാൽ യാതൊരു കൂട്ടരോ ഫസഖു, അവർ തോന്നിയവാസം അഥവാ ധിക്കാരം ചെയ്തു, ഫമഅ്വാഹും, അപ്പോൾ അവരുടെ വാസസ്ഥലം അന്നാർ, നരകമാണ്. കുല്ലമ അറാദു, അവർ ഉദ്ദേശിക്കുമ്പോഴെല്ലാം അയ്യഖ്റുജു, അവർ പുറത്തു പോകാൻ, മിൻഹ, അതിൽ നിന്ന് അഥവാ നരകത്തിൽ നിന്ന്, ഉഈദു, അവരെ വീണ്ടും മടക്കപ്പെടും, ഫീഹ, അതിൽ, നരകത്തിലേക്ക്. വക്കീല, പറയപ്പെടും, ലഹും, അവരോട്, ദൂഖൂ, നിങ്ങൾ ആസ്വദിക്കുവിൻ, അദാബന്നാരി, നരകശിക്ഷയെ, അല്ലദീ കുന്തും, നിങ്ങളായിരുന്നതായ, ബിഹി, അതിനെ, തുകദ്ദിബൂൻ, വ്യാജമാക്കി കളവാക്കിക്കൊണ്ടിരിക്കുക, അത് കാരണം അതിലേക്ക് തന്നെ മടക്കപ്പെടും എന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല ധിക്കാരികളായ അവിശ്വാസികളുടെ നരകജീവിതവും എന്നാൽ ധിക്കാരികതയ്ക്കുള്ള ശിക്ഷാ നടപടി പരലോകത്ത് വെച്ച് നൽകപ്പെടുന്നതിനെക്കുറിച്ചുമാണ് ഈ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. 19-ാമത്തെ ആയത്തിൽ സത്യവിശ്വാസികൾക്ക് ലഭിക്കുന്ന ആദരവിനെക്കുറിച്ച് വിവരിച്ചതിൻ്റെ തൊട്ടു പിന്നാലെ അതിന് നേർവിപരീതമായ അവസ്ഥയാണ് ഈ 20-ാമത്തെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനെ ധിക്കരിച്ച് നടന്നവർ, അവരെയാണ് ഫാസിക്കുകൾ. അവർക്ക് പരിതാപകരമായ അന്ത്യമാണ് ഈ ആയത്തിൽ പ്രമേയമാക്കിയിട്ടുള്ളത്. അഭയസ്ഥാനം നരകമെന്നാണ് ദുർമാർഗികളുടെ മഅ്വ, സങ്കേതം എന്ന പ്രയോഗമാണ് ഇവിടെയും നൽകിയിട്ടുള്ളത്. വിശ്വാസികളുടെ സങ്കേതം സ്വർഗമാണെന്ന് പറഞ്ഞ അതേ പദം മഅ്വ എന്ന പദം തന്നെയാണ് ഇവിടെയും പ്രയോഗിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ മഅ്വ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര ഭീകരമാണ്. അവർക്ക് മറ്റൊരിടത്തും അഭയം ലഭിക്കില്ലെന്നും അവർ എത്തിച്ചേരേണ്ട ഒരേ ഒരിടം നരകമാണെന്നും അള്ളാഹു ഉറപ്പിച്ചു പറയുകയാണ് ഈ ആയത്തിലൂടെ. പുറത്തു കടക്കാൻ കഴിയാത്ത വല്ലാത്തൊരു ബന്ധനമാണ് അവർക്ക് സംഭവിക്കുന്നത്. അതിൽ നിന്ന് പുറത്തു കടക്കാൻ അവർ ഉദ്ദേശിക്കുമ്പോഴൊക്കെ അവരെ അതിലേക്ക് തന്നെ മടക്കപ്പെടും. നരകത്തിലെ ശിക്ഷയുടെ കാഠിന്യം വർദ്ധിപ്പിക്കുന്ന ഒരു പ്രയോഗം കൂടിയാണ് ഈ ആയത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലെ അഗ്നിനാളങ്ങൾ അവരുടെ മുകളിലേക്ക് ഉയർത്തുകയും അവർ പുറത്തു കടക്കാമെന്ന് മോഹിക്കുകയും ചെയ്യുമ്പോഴൊക്കെ അപ്പോൾ തന്നെ മലക്കുകൾ അവരെ താഴേക്ക് തള്ളിയിടുകയും ഒരിക്കലും അവസാനിക്കാത്ത നിരാശപ്പെടുത്തുന്ന ഒരു തടവറയിൽ അവർ ബന്ധിതരാകുകയും ചെയ്യുന്ന ഭയാനകരമായ അവസ്ഥയാണ് ഫാസിക്കുകൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ വൈകിയ വേളയിൽ അവർക്കുണ്ടാകുന്നൊരു തിരിച്ചറിവാണ്, ഞങ്ങൾ നന്നായിരുന്നുവെങ്കിൽ ഇത് സത്യമായിരുന്നല്ലോ
എന്നൊക്കെ തോന്നുന്ന തോന്നൽ. അവരോട് പറയപ്പെടും, നിങ്ങൾ കളവാക്കി തള്ളിയിരുന്ന നരശിക്ഷ നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക എന്നാണ്. അല്ലദീ കുന്തും ബിഹി തുകദ്ദിബൂൻ, നിങ്ങൾ വ്യാജമാക്കിയ നരശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക എന്നാണ്. ദുനിയാവിൽ വെച്ച് നരകത്തെക്കുറിച്ച് പരലോകത്തെക്കുറിച്ച് കേട്ടപ്പോൾ അവർ പരിഹസിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്തിരുന്നു. ഇതൊക്കെ ഒരു മിഥ്യയാണ്, ഇതൊക്കെ വെറുതെ പറയുന്നതാണ്, നരകമൊന്നുമില്ല എന്ന് അവർ ഇവിടെ വെച്ച് പറഞ്ഞിരുന്നു. പക്ഷെ അത് യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയാണ്. അവിടെ അനുഭവത്തിലൂടെ ഈ തിരിച്ചറിവ് ശാരീരികമായ ശിക്ഷയേക്കാൾ വലിയൊരു മാനസിക പീഡനം കൂടിയാണ് അള്ളാഹു അവിടെ വെച്ച് നൽകുന്നത്. അള്ളാഹുവിനെയും പരലോകത്തെയും ഒക്കെ കളവാക്കുന്നതിൻ്റെ അപകടം സത്യം മുന്നിൽ വരുമ്പോൾ അത് തള്ളിക്കളയുന്ന അഹങ്കാരമാണ് മനുഷ്യനെ നരകത്തിലെത്തിക്കുന്നത് എന്ന ഖുർആന്റെ താക്കീകളെ ഗൗരവത്തിൽ കാണാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു വെറുതെ ശിക്ഷിക്കുക മാത്രമല്ല, നിങ്ങൾ കളവാക്കിയത് കൊണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നത് കുറ്റവാളികൾക്ക് അപമാനം വർദ്ധിക്കുകയും അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ വില ദുനിയാവിൽ വെച്ച് അള്ളാഹു നൽകിയ സ്വാതന്ത്ര്യം അള്ളാഹുവിൻ്റെ അതിർവരമ്പുകളെ ലംഘിക്കാൻ ഉപയോഗിച്ചവർക്ക് പരലോകത്ത് ആ സ്വാതന്ത്ര്യം പൂർണ്ണമായും നഷ്ടപ്പെടുന്ന അവസ്ഥ, നരകത്തിൻ്റെ തടവറയിൽ അകപ്പെടുന്ന അവസ്ഥ വല്ലാത്തൊരു പ്രയാസകരമായ ഘട്ടമാണ്. 19-20 വചനങ്ങളെ അള്ളാഹു ചേർത്ത് വെച്ചുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് വിശ്വാസികൾക്ക് സൽക്കാരം നുസുല് നൽകപ്പെടുമെന്നും സ്വർഗം സുരക്ഷിതത്വമാണെന്നും എന്നാൽ ധിക്കാരികളായ ആളുകൾക്ക് ശിക്ഷയാണെന്നും നരകം നിത്യമായ തടവറയാണെന്നും അതിൽ നിന്ന് ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് ചുരുക്കി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വിഷയം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ വചനം വലിയൊരു താക്കീതാണ്. തൻ്റെ ജീവിതം അള്ളാഹുവിൻ്റെ വഴിയിൽ നിന്ന് തെറ്റിപ്പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഈ ആയത്ത് നമ്മളെ പ്രേരിപ്പിക്കേണ്ടതുണ്ട്. ആ നിലക്ക് അള്ളാഹുവിനനുസരിച്ചു കൊണ്ടൊരു മുഅ്മിനായി ജീവിക്കാൻ തയ്യാറാകണം. ഈ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹുവിൻ്റെ നീതിയും കാരുണ്യവും ഒരുപോലെ പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കണം. അടുത്ത വചനങ്ങളിലൂടെ അള്ളാഹു നൽകുന്ന ചെറിയ ശിക്ഷകളെക്കുറിച്ചും വലിയ ശിക്ഷകളെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. അതിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പോകാം. അള്ളാഹു കാര്യങ്ങളെ യഥാവിധം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ജീവിക്കാനുമുള്ള തൗഫീക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.